ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മണവാട്ടിമാർ വഞ്ചി സ്ക്വയറിൽ. ഫെബ്രുവരി 3 വഞ്ചി സ്ക്വയറിൽ കന്യാസ്ത്രീകളെ അണിനിരത്തി അടുത്ത സമരാഭാസത്തിന് ഒരുങ്ങുന്നുവെന്ന് ഒരു കരക്കമ്പി, ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കുമെങ്കിൽ ആർക്ക് കൂട്ടിരിക്കാനാണ് ഈ മണവാട്ടിമാർ പോകുന്നത്? ഏത് മണവാളന് കൂട്ടിരിക്കാനാണ് അവർ വഞ്ചി സ്ക്വയറിൽ പോകുന്നത്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 21 ക്രിമിനൽ വിമത വൈദികർ നൈപുണ്യ കെട്ടിടത്തിലൂടെ പിന്നിലൂടെ അതിമെത്രാസന മന്ദിരത്തിൻ്റെ പിന്നിലൂടെ ലോഹ ധരിക്കാതെ പാത്തും പതുങ്ങിയും അതിരൂപതര മെത്രാസന മന്ദിരത്തിൽ പ്രവേശിച്ചു. അവർ ആദ്യം ചെയ്തത് കുട നിവർത്തി CCTV മറയ്ക്കുകയാണ്. എന്തിനാണ് അവർ ലോഹ ധരിക്കാതെ പിൻവാതിലിലൂടെ പാത്തും പതുങ്ങിയും അതിമെത്രാസന മന്ദിരത്തിൽ പ്രവേശിച്ചത്? എന്തിനാണ് ആദ്യം കുട നിവർത്തി CCTVകൾ മറച്ചത്? അവർ അവിടെ നടത്തുന്നുവെന്ന് അവകാശപ്പെട്ട പ്രാർത്ഥനാ യജ്ഞം ആരും കാണാതിരിക്കാനാണോ? നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം പാലിക്കാൻ വേണ്ടിയാണോ? അല്ല. പിന്നെയോ, അവർ അവിടെ നടത്തുന്ന അക്രമം ആരും കാണാതിരിക്കുന്നതിന്. പോലീസിനോട് കയർത്ത് ഓടി മരത്തിൽ തട്ടി വീണവന് ആവശ്യത്തിന് വസ്ത്രമില്ലെന്ന് കണ്ട പോലീസ് അയാളെ പൊക്കിയെടുത്തു. അവിടെ കിടന്ന് നാണം കെടേണ്ടെന്ന് കരുതിയാണ് പോലീസ് അത് ചെയ്തതെന്നാണ് പോലീസുകാരിൽ ഒരാൾ പറഞ്ഞത്. നല്ലവരോ മോശക്കാരോ ആകട്ടെ, അവിടെ ഏതാനും പേര് നിൽപ്പുണ്ട്. അവരുടെ മുമ്പിൽ മുണ്ടും കോണവും ഇല്ലാതെ ഒരുത്തൻ കിടക്കണ്ടല്ലോ എന്ന് കരുതിയാണ് പോലീസ് അവർ പൊക്കിയത്. മാന്യമായി വസ്ത്രം ധരിക്കാതെ നടക്കുക, വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാതെ കുർബാന അർപ്പിക്കുക. കുർബാനയല്ല, വാശി കുർബാന. ദൈവത്തിൻ്റെ ശാപം തടഞ്ഞു നിർത്താനാണോ വഞ്ചി സ്ക്വയറിലെ കന്യാസ്ത്രീകളുടെ കുത്തിയിരിപ്പ് സമരം? അങ്ങനെ ഒന്നും നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശാപം കൂട്ടുകയല്ലേ ചെയ്യുക? പൊതുവെ പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും ദിവ്യ മണവാളൻ്റെ മണവാട്ടിമാരാണ്. കത്തോലിക്കര് വിശേഷിച്ച് ഈശോ എന്ന ദിവ്യ മണവാളൻ്റെ മണവാട്ടിമാരാണ്. കാരണം കത്തോലിക്ക പാരമ്പര്യത്തിലുള്ള സഭകൾ മാത്രമാണ് ദിവ്യമണവാളനും മണവാട്ടിയും തമ്മിൽ ശാരീരികമായി ഒന്നാകുന്നത് വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ ദിവ്യകാരുണ്യത്തിലൂടെ ഒരു ശരീരമായി തീരുകയാണ്. അവർ ഇനി രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കുമെന്ന് ദമ്പതികളെക്കുറിച്ച് പറയുന്നത് ഒരു ആധ്യാത്മിക തലത്തിൽ കത്തോലിക്കരും ക്രിസ്തുവും തമ്മിൽ സംഭവിക്കുന്നു. ഒറ്റ ശരീരമായി തീരുന്നു ദിവ്യകാരുണ്യത്തിലൂടെ, ഒറ്റ രക്തമായി മാറുന്നു. ഇതിനേക്കാൾ ആഴപ്പെട്ട ഒരു യൂണിയൻ, ഒരു ഐക്യം സാധ്യമല്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിയൻ, 1-to-1 യൂണിയൻ. ഒരാൾ മറ്റൊരാളായിട്ട് ഒന്നാകുകയാണ്. അപ്പോൾ കത്തോലിക്കരെല്ലാവരും ആ അർത്ഥത്തിൽ ദിവ്യമണവാളനായ ഈശോയുടെ മണവാട്ടിമാരാണ്. അതിനേക്കാളും വിശേഷപ്പെട്ടൊരർത്ഥമുണ്ട്. കന്യാസ്ത്രീകൾ ഈശോയുടെ മണവാട്ടിമാരാണ് എന്ന് പറയുമ്പോൾ. കാരണം മറ്റൊരു പുരുഷനും, ഭൂമിയിൽ ഒരു പുരുഷനും പാവിരിക്കാതെ ഈശോയെ മണവാളനായി സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ പ്രകാശം ഇപ്പോഴേ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നവരാണ് കന്യാസ്ത്രീമാർ. കാരണം സ്വർഗത്തിൽ കല്യാണം കഴിപ്പിക്കലോ ഇല്ല. അവിടെ എല്ലാവരും സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ആയിരിക്കും. അങ്ങനെ കർത്താവ് വെളിപ്പെടുത്തിയത്. മുഹമ്മദ് വെളിപ്പെടുത്തിയതുപോലെയോ ഈ ഇസ്ലാമിലെ പ്രബോധനം പോലെയോ അവിടെ കന്യകമാരും ലൈംഗിക ബന്ധവും അതൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് സ്വർഗമാകില്ല. അപ്പോൾ സ്വർഗത്തിൽ കല്യാണം കഴിപ്പിക്കലോ ഇല്ല. എല്ലാവരും സ്വർഗത്തിൽ മാലാഖമാരെ പോലെ ആയിരിക്കും. അപ്പോൾ
ആ സ്വർഗത്തിൻ്റെ പ്രകാശം ഇപ്പോഴേ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കുകയോ ചെയ്യാതെ സ്വർഗത്തിലെ എങ്ങനെയായിരിക്കുമോ അങ്ങനെ ഭൂമിയിലായിരിക്കുക, അതും ശരീരത്തോടു കൂടെ. അത് വലിയ വെല്ലുവിളിയാണ്. ശരീരത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ്. അത് വലിയ ത്യാഗമാണ്. അതിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ, ദൈവത്തിൽ ചരിക്കുകയാണ്, അവർ വ്യാപരിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് ഇപ്പോഴേ കൊണ്ടുവരുന്നവർ എന്നാണ് ബ്രഹ്മചാരികളെക്കുറിച്ച്, പ്രത്യേകിച്ചും കന്യാസ്ത്രീകളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്നത്. എന്നാൽ ഇങ്ങനെ ആഭാസന്മാരായ വൈദികർക്ക് വേണ്ടി, ക്രിമിനലുകളായ വിമത വൈദികർക്ക് വേണ്ടി സമരം ചെയ്യാൻ പോകുമ്പോൾ സ്വർഗത്തിൻ്റെ വെളിച്ചമാണോ കന്യാസ്ത്രീമാര് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക, അതോ നരകത്തിൻ്റെ ഇരുട്ടാണോ? ഞാൻ ആവർത്തിക്കുക, സഭയ്ക്കെതിരെ, കർത്താവിനെതിരെ, കുർബാനയ്ക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ സമരം ചെയ്യുന്ന വൈദികർക്ക് അനുകൂലമായി കന്യാസ്ത്രീമാർ പോകുമ്പോൾ സ്വർഗത്തിൻ്റെ വെളിച്ചമാണോ അവർ ഭൂമിയിലേക്ക് കൊണ്ടുവരിക, അതോ നരകത്തിൻ്റെ ഇരുട്ടോ? വഴിയെ പോകുന്ന ദൈവശാപം കക്ഷത്തിലെടുത്ത് വയ്ക്കല്ലേ കന്യാസ്ത്രീകളെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.